എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. എനിക്കെന്നെ സംശയം, പക്ഷെ അയാൾക്ക് വേറെ ആരോട് ബന്ധമുണ്ട്. പക്ഷെ ഡിവോഴ്സിന്റെ പേരും പറഞ്ഞുകൊണ്ട് ലിയ മാത്യുവിന്റെ നാടകം നാട്ടുകാരെല്ലാം കണ്ടുപിടിച്ച് കൈയോടെ പൊക്കി പൊളിച്ചടുക്കി വിട്ടു. ഇപ്പൊ ദേ പുതിയ രീതിയിൽ അതിനെ മാറ്റി മറിച്ചുകൊണ്ട് ആൾക്കാരെ തൃപ്തരാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞോ? ഡിവോഴ്സായി, അല്ലെങ്കിൽ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റീച്ചിന് വേണ്ടി വന്നതാണ്. പക്ഷെ വീഡിയോയും റീച്ച് പോയില്ല. ആൾക്കാരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടിയും വന്നു. എല്ലാം കത്തി തീർന്നപ്പോൾ ഇപ്പൊ ക്യാപ്ഷനും മാറ്റി, തമ്പും മാറ്റി, അയ്യോ ഇതെല്ലാം കോണ്ടന്റ് വീഡിയോ ആണ് എന്നുള്ള ലെവലിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലിയ മാത്യു വീണ്ടും. എന്താണ് സംഭവം എന്ന് അറിഞ്ഞോ മക്കളെ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. 2-3 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിയ മാത്യുവിനെ ബേസ് ചെയ്തിട്ട്. ലിയ മാത്യു ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പുള്ളിക്കാരിയുടെ എല്ലാ കോണ്ടന്റ് വീഡിയോസും ഞാൻ കാണുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ലാസ്റ്റ് ഇട്ടിരുന്ന വീഡിയോ പുള്ളിക്കാരി എന്ത് ചെയ്തു? സ്വന്തം ഭർത്താവിനെ തന്നെ തമ്പനയിൽ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വെച്ചു. അതായത് ഞങ്ങൾ ഡിവോഴ്സായി എന്ന് പറഞ്ഞ് ക്യാപ്ഷനും തമ്പും എല്ലാം കൊടുത്ത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഭർത്താവ് തല്ലുന്ന സീനൊക്കെ ആദ്യം വെച്ച് ബീപ്പ് പോലെ വെച്ച് കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനമൊക്കെ വെച്ചു. ഫൈൻ. അങ്ങനെ ആ വീഡിയോ എന്ത് ചെയ്യാനാണ്? എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അവരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല. അത് യൂട്യൂബിൽ അധികം റീച്ച് ഒന്നും പോയില്ലെങ്കിലും FBയിൽ ഒരു 4-5 ലക്ഷത്തോളം പോവുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 7-8 ലക്ഷത്തോളം പോവുകയും ചെയ്തു. അങ്ങനെ ആ വീഡിയോ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഫൈനലി തെറിവിളികൾക്കും ആൾക്കാരുടെ കമന്റുകൾക്കും ഒക്കെ ഒടുവിലായി ലിയ മാത്യു ആ വീഡിയോയുടെ തമ്പ് നമ്മളെ കരുതിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകരെ കരുതിയിട്ടായിരിക്കണം മാറ്റിയിട്ടുണ്ട് മക്കളെ, മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം കൈയോടെ പൊക്കിയപ്പോൾ ലിയ മാത്യു എല്ലാം മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന കോണ്ടന്റ് വീഡിയോ ഇപ്പോൾ എന്തായി? മറ്റൊരു പേരിൽ വന്നിരിക്കുകയാണ്. മറ്റൊരു പേരാണ് ഇപ്പോൾ ആ വീഡിയോയ്ക്ക് ഉള്ളത്. അതായത് ഞങ്ങൾ ഡിവോഴ്സായി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തിരുന്ന ആ വീഡിയോ ഡിവോഴ്സ് ജീവിതം തുലച്ചു, ഡിവോഴ്സ് ജീവിതം തുലച്ചു എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് നാടകം കളിച്ചു, ജീവിതം തുലച്ചു. അതായത് നമ്മൾ എന്താണോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്യാപ്ഷനും ടൈറ്റിലും ആ സാധനമായി ഇപ്പം ഈ വീഡിയോയുടെ ക്യാപ്ഷനും ടൈറ്റിലും. അപ്പം ഇപ്പോഴാണ് ഇതൊരു കോണ്ടന്റ് വീഡിയോ ആയത്. ഓക്കെ, എന്നാൽ ഇതിനകത്ത് തുടക്കം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ബൈറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ പ്യുവർലി ഇത് എന്ത് ചെയ്യാം? കോണ്ടന്റ് വീഡിയോ ആണെന്ന് പറയാം. ലിയ ചെയ്തിരുന്ന എല്ലാ വീഡിയോസും പോലെയാണെന്ന് പറയാം. അതിനാദ്യം തന്നെ ഒരു കയ്യടി. നമ്മളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ലിയയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ലിയ ആ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. നമ്മൾ മോശം കണ്ടു കഴിഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രമല്ല, നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും നാട്ടുകാരെ കയ്യോടെ പിടിച്ചതോ ജനങ്ങൾ വട്ടമിട്ട് ആക്രമിച്ചതോ നമ്മളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഇട്ടവർ പറയുന്നതോ എന്തോ ആയിക്കോട്ടെ, ഫൈനലി എന്ത് ചെയ്തു? ലിയ ആ തമ്പ് മാറ്റിയിട്ട് ഡിവോഴ്സ് ജീവിതം തുലച്ചു എന്ന് പറഞ്ഞ് ആക്കിയിരിക്കുകയാണ്. ഡിവോഴ്സ് നാടകം കളിച്ചു, ജീവിതം തുലച്ചു. എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ ഒരു കമന്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ലിയ 2-3 ദിവസം മുന്നേ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ അമൃത എന്നൊരു കഥാപാത്രമായിട്ടാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമാണ്. അത് നമ്മുടെ വീഡിയോ വൈറലായിരുന്ന ആ സമയത്താണ് ഇങ്ങനെ ഇടുന്നത്. എന്തായാലും ഇപ്പോൾ വീഡിയോയുടെ തമ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആൾക്കാർ കയ്യോടെ പിടിച്ചതോ ജനങ്ങൾ കമന്റ് അടിച്ച് ഞെരിച്ചതോ നമ്മുടെ വീഡിയോ വൈറലായതോ എന്തെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ലിയ ഈസ് ഓൺ ദ ഫൈനലി റൈറ്റ് ട്രാക്ക്. ഇങ്ങനെ തന്നെ തുടരട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇപ്പം ലിയയ്ക്ക് മനസ്സിലായല്ലോ ലിയ ചെയ്തത് തെറ്റാണെന്ന്. ഞാനന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് കോണ്ടന്റ് വീഡിയോ ആടാ, അങ്ങനെയാടാ, ഇങ്ങനെയാടാ, മറ്റന്നാടാ, മറിച്ചതാടാന്ന് പറഞ്ഞ് FBയിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊക്കെ നിറയെ പേര് അത് കോണ്ടന്റ് വീഡിയോ അല്ലേ, നീ അവരുടെ വീഡിയോ എടുത്തല്ലേ റീച്ച് ആക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്കും ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ് ആയിരുന്നു. ഇപ്പൊ എവിടെ പോയി മക്കളെ? ലിയയ്ക്ക് തന്നെ മനസ്സിലായി, ആ വീഡിയോ ഇട്ട ആൾക്ക് തന്നെ മനസ്സിലായി എന്താണെന്നുള്ളത്. അവരത് തിരുത്തി അതിനെ അംഗീകരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. വീഡിയോസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.